പാർലമെന്റ് മാർച്ചിനിടെ ഡൽഹി പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ പെല്ലറ്റ് ഉപയോഗിച്ചെന്ന് CJP. രാജ്യത്തെ യുവാക്കളോട് മോദി സർക്കാർ കാണിച്ചത് കൊടും ക്രൂരത. പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ 20-കാരിയുടെ നില ഗുരുതരമായി തുടരുന്നു. എന്നാൽ പെല്ലറ്റ് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ ന്യായീകരണം. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ മാർച്ചിനിടെയാണ് ഡൽഹി പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ പെല്ലറ്റ് ഉപയോഗിച്ചു എന്ന് CJP പ്രവർത്തകർ പറയുന്നത്. രാജ്യത്തെ യുവാക്കളോട് മോദി സർക്കാർ കാണിച്ചത് കൊടും ക്രൂരതയെന്ന് പറയുന്നു. ഈ പോലീസ് മർദ്ദനത്തിൽ ഒരു 20-കാരിക്ക് പരിക്കേറ്റിരുന്നു. 20-കാരിയുടെ നില ഗുരുതരമായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. ആരതിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആരതി, വലിയ തരത്തിൽ അടിച്ചമർത്തൽ നടത്തി പ്രതിഷേധത്തിനിടയിൽ എന്നുള്ളത് ഇന്നലത്തെ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ്. അതിനിടയിലാണ് പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ പെല്ലറ്റ് ഉപയോഗിച്ചു എന്നും CJP പറയുന്നത്. അവരുടെ പരാതി ഏത് രീതിയിലാണ്? അതിനെ എങ്ങനെയാണ് ഡൽഹി പോലീസ് ന്യായീകരിക്കുന്നത്? സ്വാതി, പാർലമെന്റ് മാർച്ച് നടത്തിയ സമയത്ത് CJP പ്രവർത്തകർക്ക് നേരെയും അതുപോലെ തന്നെ ഈ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളടക്കമുള്ള പ്രതിഷേധക്കാർക്ക് നേരെയും പെല്ലറ്റ് ഗണ്ണ് ഡൽഹി പോലീസ് ഉപയോഗിച്ചു എന്ന തരത്തിൽ നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു. അത്തരത്തിലൊരു പരാതി കോക്രോച്ച് ജനതാ പാർട്ടി തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ നടത്തിയത് അതിക്രൂരമായ രീതിയിലുള്ള നടപടിയാണ് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. അതായത് ഡൽഹി സ്വദേശിയായ 25 വയസ്സുകാരൻ ഷെയ്ഖ് ഇർഷാദ് മൻസൂരിക്ക് നേരെ പെല്ലറ്റ് ഗൺ പ്രയോഗിച്ചതിൻ്റെ റിപ്പോർട്ടുകൾ ചില ദേശീയ മാധ്യമങ്ങളടക്കം പങ്കുവച്ചിട്ടുണ്ട്. CJP വക്താവ് സൗരവ് ദാസും എക്സ്പോസ്റ്റിൽ ഈ ചികിത്സയിലുള്ള പെല്ലറ്റ് ഗൺ പ്രയോഗത്തിന് പിന്നാലെ വലിയ തരത്തിലുള്ള പരിക്കേറ്റ് ചികിത്സയിലുള്ള മൻസൂരിയുടെ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിലും അതുപോലെ തന്നെ ഹിന്ദു സൈറ്റിലുള്ള വാർത്താ റിപ്പോർട്ടിൽ ഉള്ള ചിത്രത്തിലും തന്നെ ഈ മൻസൂരിയുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്ന് വ്യക്തമാണ്. കാരണം ശരീരത്തിലുടനീളം ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിൻ്റെ ഗുരുതരമായ മുറിപ്പാടുകളുണ്ട്. ഇദ്ദേഹം ഈ യുവാവ് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റൊരു സാഹചര്യത്തിൽ ഡൽഹിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ പെല്ലറ്റ് ശരീരത്തിൽ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങൾ ഡോക്ടർമാർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഡൽഹിയിൽ ഈ സംഘർഷത്തിനിടെ വീണ് പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന 20-കാരിയുടെയും ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഡൽഹിയിലെ റാം മനോഹർ ലോഹിയ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ് ഈ പെൺകുട്ടി. ഡൽഹി സ്വദേശിയായ സാക്ഷിയാണ് ഈ സംഘർഷത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഡൽഹി പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ചതിന് പിന്നാലെ ഓടുന്നതിനിടയിൽ സാക്ഷി താഴെ വീഴുകയായിരുന്നു. സാക്ഷിയുടെ മുഖത്തിനും കഴുത്തിനും അതുപോലെ തന്നെ നെഞ്ചിനുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇടയ്ക്ക് വെന്റിലേറ്ററിലാണ് ഇപ്പോഴും സാക്ഷിയുള്ളത്. ICUയിൽ ചികിത്സയിലിരിക്കെ ഇടയ്ക്ക് ബോധം വീണെങ്കിലും വെന്റിലേറ്റർ സപ്പോർട്ടിൽ തന്നെയാണ് നിലവിൽ സാക്ഷിയുള്ളത്. ആരോഗ്യസ്ഥിതിയും അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഡൽഹി പോലീസ് എന്നാൽ ഈ പെല്ലറ്റ് ഗൺ പ്രയോഗിച്ച് എന്ന റിപ്പോർട്ടുകൾ പരാതി CJP ഉന്നയിക്കുമ്പോഴും അത് സാധൂകരിക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്തു വന്നെങ്കിലും ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഡൽഹി പോലീസ്. അതായത് തെറ്റായ വാർത്തയാണ് പ്രചരിക്കുന്നതെന്നും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഡൽഹി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളും ചിത്രങ്ങളും അടിസ്ഥാനമില്ലാതെ പങ്കുവയ്ക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് ഡൽഹി പോലീസ് അറിയിച്ചിരിക്കുന്നത്. സ്വാതി. ശരി ആരതി, എന്തായാലും വലിയ തരത്തിൽ ഉള്ള പ്രക്ഷോഭത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് ഈ CJPയുടെ പരാതി. CJP പറയുന്നത് പോലീസ് പെല്ലറ്റ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്